ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമലയിലെ ആടിയ നെയ്യ് വിൽപ്പന ക്രമക്കേട്. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റി റിമാൻഡിൽ. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പന ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റി റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത്തിന് മുൻപിലാണ് പ്രതിയെ ഹാജരാക്കിയത്. റിമാൻഡ് ചെയ്ത പ്രതിയെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 13ാം പ്രതിയാണ് സുനിൽകുമാർ പോറ്റി. ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം ആകെ 33 പേരാണ് കേസിലുള്ളത്. കീഴ്ശാന്തിയായിരുന്ന ഇയാൾ ശബരിമലയിൽ ഡ്യൂട്ടി ഏറ്റെടുത്ത ശേഷം ആടിയ ശിഷ്ടം നെയ്യ് കൌണ്ടറിന്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. 80,000-ത്തിലധികം പാക്കറ്റ് നെയ്യുകൾ വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നെയ്ക്കൊള്ളയിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ 34 ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് കണക്കുകൾ. കോൺഗ്രസ് ഓഫീസിൽ മദ്യപിച്ചെത്തി ഡാൻസ്, 3 പേരെ പുറത്താക്കി കോൺഗ്രസ്. സംഭവം തൃശൂർ മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ. കോൺഗ്രസ് ഓഫീസിൽ മദ്യപിച്ചെത്തി നൃത്തം ചെയ്ത പ്രവർത്തകർ. തൃശൂർ മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് സംഭവം. ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ടിറ്റോ തോമസ് അടക്കം 3 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വിജയാഘോഷത്തിനിടെയാണ് നൃത്തം ചെയ്തതെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇതേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി ശ്രമിച്ചിരുന്നതായി പരാതിയുണ്ടായിരുന്നു. പരാതി DCCക്ക് കൈമാറിയ സമയത്ത് തന്നെയാണ് ഈ ദൃശ്യങ്ങളും പ്രചരിക്കുന്നത്. വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ കടന്നുപിടിക്കുവാൻ ശ്രമിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ കടന്നുപിടിക്കുവാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കൽ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ KA അശോകനാണ് അറസ്റ്റിലായത്. ഇയാൾ എറണാകുളം നേര്യമംഗലം സ്വദേശിയാണ്. ചിറ്റാർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ എത്തിയപ്പോഴാണ് ഇയാൾ വനിതാ ബീറ്റ് ഓഫീസറോട് അപമര്യാദയായി പെരുമാറിയത്. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥ പോലീസിൽ പരാതി പറഞ്ഞു. പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. തണ്ണിമത്തനടിയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പെട്ടികൾ. പാലക്കാട് നിന്നും മിനി ലോറി കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പാലക്കാട് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് തണ്ണിമത്തനുകൾ കയറ്റി വന്ന ലോറി പിടികൂടി. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ചരക്ക് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറെ ചോദ്യം ചെയ്തു വരികയാണ്. ടൌൺ സൌത്ത് പോലീസാണ് ലോറി പിടികൂടിയത്. തണ്ണിമത്തൻ ചാക്കുകൾക്കിടയിൽ പെട്ടികൾക്കുള്ളിലാണ് ജലാറ്റിൻ സ്റ്റിക്കുകളും ഫ്യൂസുകളും ഉണ്ടായിരുന്നത്. കരിങ്കൽ ക്വാറി ഉപയോഗത്തിനുള്ളതാണെന്ന് പോലീസ് സംശയിക്കുന്നു. ലോറി തൃശൂരിലേക്ക് പോവുകയായിരുന്നു എന്നാണ് വിവരം. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് ലോറി വന്നത്. ശബരി റെയിൽപാത പദ്ധതിയുടെ പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കും. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ 50% ചെലവ് വഹിക്കുവാനും ഇതിനായി 1,900 കോടി രൂപ കിഫ്ബി വഴി നൽകുവാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 1997-98 റെയിൽവേ ബജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന പദ്ധതിയാണ്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കുന്നതിനൊപ്പം എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജ്ജം പകരുകയും ചെയ്യും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദേശീയപാത 66 സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാലാ തുടങ്ങിയ പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുവാൻ സാധിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റോഷിയെ പൂട്ടിയേ തീരൂ, നിലപാടിൽ ഉറച്ച കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഇടുക്കിയും ഏറ്റുമാനൂരും ഏറ്റെടുക്കണമെന്ന് നേരത്തെ കോൺഗ്രസിൽ ആവശ്യമുയർന്നിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ സ്ഥാനാർത്ഥിയുണ്ടായാൽ 2 സീറ്റിലും വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നായിരുന്ന ഇടുക്കി കഴിഞ്ഞ വർഷം നഷ്ടമാവുകയായിരുന്നു. കേരള കോൺഗ്രസ് LDFിലേക്ക് ചേക്കേറിയതോടെയാണ് ഈ സീറ്റ് നഷ്ടമായത്. വഴിമാറിയ ഇടുക്കിയെ തിരിച്ചുപിടിക്കുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. മണിപ്പൂരിൽ പുതിയ സർക്കാർ. മുഖ്യമന്ത്രിയായി യുനാം ഖേംചന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂർ മുഖ്യമന്ത്രിയായി BJP നേതാവും സിംഗ് ജൈമ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമായ യുനാം ഖേംചന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു.
കുക്കി നാഗ വിഭാഗങ്ങളിൽ നിന്നായി 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂർ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ അജയ് കുമാർ ഭല്ലയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും 2047 മണിപ്പൂർ വികസിത് ഭാരതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും മുഖ്യമന്ത്രി യുനാം ഖേംചന്ദ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.